1 മണിക്കൂർ എടുക്കും കൊച്ചിയിൽ വരെ എത്താൻ, നമുക്ക് അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ രക്ഷപ്പെടാം എന്നൊക്കെ പറയും. അതിൻ്റെ ഇപ്പം ചിലർ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൂട്ട് കാണിക്കും, ഇന്ന റൂട്ടിൽ കൂടിയായിരിക്കും വെള്ളം വരാൻ പോകുന്നത്, ഓവർഫ്ലോ ചെയ്താലും അവർക്ക് എത്രത്തോളം സാധ്യമാണ് ശരിക്കും? 40 മിനിറ്റിനുള്ളിൽ ഇന്നടുത്ത് ഇടുക്കി ഡാം വരെ എത്തുന്നു, 1.5 മണിക്കൂറിനുള്ളിൽ കൊച്ചി. അതെല്ലാം എത്രത്തോളം പ്രാക്ടിക്കലാണ് ശരിക്കും ആളുകൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല നോക്കിക്കഴിഞ്ഞാൽ? ഇവർ വിചാരിച്ചിരിക്കുന്ന വെള്ളം ഒഴുകി വരുമെന്നാണ്. 850 മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്നാൽ 130 വർഷത്തെ ചെളി, സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. ഡാമിൻ്റെ അവശിഷ്ടങ്ങളുണ്ടാവും, വലിയ കല്ലുകൾ. പിന്നെ തൊട്ട് മുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ്. ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 15 TMC വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ്. അത്ര പ്രഹരശേഷി, കൈനറ്റിക് എനർജി ആയാലും ഡാം തകർന്നാൽ പിന്നെ അത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും. എനർജിയെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം വലിയൊരു എനർജിയാണ് പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്. ആ എനർജി മുമ്പിലുള്ള സകലതിനെയും തകർക്കും. മലകളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും സകലതും തകർക്കും. ഇത് ഒഴുകി വരാമല്ലോ. 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നിപതിക്കുക ചെയ്യുന്നത്, വീഴുക. അത്